കലൂർ നൃത്ത പരിപാടിക്കിടെ എം.എൽ.എ. ഉമാ തോമസിന് ഗുരുതര പരിക്ക് പറ്റിയ വിഷയത്തിൽ പ്രതിഷേധം. GCDA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. ചെയർമാൻ കെ ചന്ദ്രൻപിള്ള രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറിയത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് കലൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിനെ ഗുരുതരമായി പരിക്കേൽക്കാനിടയാക്കിയ അപകടവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇന്ന് കൂടുതൽ വിവരങ്ങൾ, പരാതികൾ GCD ചെയർമാനെതിരെ ഉയർന്നിരുന്നു. GCD ചെയർമാൻ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഈ നൃത്ത പരിപാടിക്ക് അനുമതി നൽകുകയായിരുന്നു. അദ്ദേഹം നേരിട്ട് തന്നെയാണ് ഇതിന് നിശ്ചിത തുക 9 ലക്ഷം രൂപ വാടകയായും 5 ലക്ഷം രൂപ മുമ്പ് അഡ്വാൻസ് ആയും എല്ലാം തന്നെ നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുത്തതും. അതിനുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കായികേതര ഇനങ്ങൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ മൃദംഗനാഥത്തിന്റെ സംഘാടകർ നേരിട്ട് തന്നെ GCD ചെയർമാനെ കണ്ട് അതിന് അനുമതി നേടുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരികയും ചെയ്തത്. ഇത് സംബന്ധിച്ച് GCD ചെയർമാനെതിരെ വിജിലൻസിൽ പരാതിയും ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ GCDയുടെ കൂടി ഉത്തരവാദിത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ GCD ചെയർമാൻ ഇത് പൂർണ്ണമായും തന്നെ തള്ളിക്കളയാണ്. തനിക്കെതിരെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന കാര്യമാണ് പറയുന്നത്. വിജിലൻസ് പരാതി ലഭിച്ച സാഹചര്യത്തിൽ വിജിലൻസ് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നും അടിസ്ഥാനത്തിലാണ് കൊടുക്കാൻ തീരുമാനിച്ചതെന്നും കായികേതര ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിബന്ധനകളൊന്നും തന്നെ നിലവിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിർദ്ദേശങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് GCD ചെയർമാൻ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി എന്ന കാര്യവും പറയുന്നുണ്ട്. സേഫ്റ്റി പ്രോട്ടോകോൾ കൊണ്ടുവരും, വാടക നിശ്ചയിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCD ചെയർമാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മേയറെ കാണാൻ നിരവധി തവണ ചെന്നിരുന്നു, എന്നാൽ അവിടെ കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞു. എന്നാൽ അനുമതി നൽകിയ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല എന്ന കാര്യം മേയറും വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ കൂടുതൽ കനക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.